Welcome, students. Welcome back to our IT class. In the previous class, we were discussing about why do we need an operating system? What is the usage of an operating system? That's what we were discussing in the previous class. So, a quick recap on that: facilitates convenient access to hardware, improve efficiency of a system, provide security of the system, emulate features not available in the hardware. These are all the things which OS gives us. So we know why we need operating system. And now we're gonna move into the main two parts of an operating system, which are shell and kernel. So listen, operating system, shell and kernel. You have read that an operating system is an interface between the user and the hardware. If you read the statements carefully, you will observe that operating system interacts with user at one end, that is, gets the instructions or the commands about what to do, and with the hardware to get the work done. ഇപ്പം എന്താ പറയുന്നത്? Operating system is something which stands between the user and the machine. That what we know, but when we dig into this deeper, we need to know more about it. ഇപ്പം നമുക്ക് ഇത്രയും നാളും പഠിച്ചുകൊണ്ടിരുന്നത് എന്താ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റം, കമ്പ്യൂട്ടർ സിസ്റ്റത്തിനും യൂസറിനും ഇടയിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഫോർ മേക്കിംഗ് ദ പ്രോസസ്സസ് ഗോ വെരി സ്മൂത്ത്ലി, അല്ലെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻ എത്ര സ്മൂത്തായിട്ട് പോകാൻ പറ്റുമോ അത്രയും സ്മൂത്താക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഇടയിൽ, അതായത് ഇപ്പം ഞാനാണ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതെങ്കിൽ ഞാനാണ് യൂസറിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരാളാണ് OS എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ കൂടുതൽ അതിനെപ്പറ്റി പഠിച്ചു വരുമ്പോൾ ബേസിക്സ് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ബേസിക്കിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ആൻഡ് വെൻ വി ഡിഗ് ഡീപ്പർ വി നീഡ് ടു നോ ദാറ്റ് നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്, അതുപോലെ തന്നെ സിസ്റ്റവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന OSൻ്റെ മറ്റൊരു ഭാഗമുണ്ട്. അപ്പോൾ അതാണ് ഷെല്ലും കേർണലും. അപ്പോൾ വാട്ട് ഈസ് ഷെൽ? ദ ഷെൽ പാർട്ട് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇൻറ്ററാക്ടിങ് വിത്ത് ദ യൂസർ ആൻഡ് ദ കേർണൽ പാർട്ട് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇൻറ്ററാക്ടിങ് വിത്ത് ദ ഹാർഡ്വെയർ. അപ്പോൾ ഷെല്ലെന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ മെയിനായിട്ട് ദ OS ഗോട്ട് ടു പാർട്സ്, ഷെൽ ആൻഡ് കേർണൽ, ആൻഡ് ദ ഷെൽ പാർട്ട് ഈസ് റെസ്പോൺസിബിൾ ഫോർ interacting with the user. The shell part of the OS responsible for the interaction between user and the OS or the computer. And then here comes kernel part, which is responsible for interacting with the hardware. അപ്പോൾ യൂസറിൻ്റെ അടുത്തുനിന്ന് നമ്മളാണ് കമ്പ്യൂട്ടറിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. വി നീഡ് ടു ഗെറ്റ് തിങ്സ് ഡൺ. നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ദാറ്റ്സ് വൈ വി റിലേ അപ്പോൺ ദിസ് കമ്പ്യൂട്ടർ. സോ നമ്മൾ ഓർഡേഴ്സ് കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചാണ് കമ്പ്യൂട്ടർ പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ OS എന്ത് ചെയ്യും? നമ്മുടെ അടുത്തുനിന്ന് ഇൻസ്ട്രക്ഷൻസ്, നമ്മുടെ കമാൻഡ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിച്ചിട്ട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ദെൻ ഇറ്റ് വിൽ പാസ് ദിസ് ഇൻഫർമേഷൻ ടു കേർണൽ. ഷെല്ലാണ് നമ്മുടെ അടുത്തു നിന്നുള്ള ഭാഗങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. അതായത് എന്ത് കമാൻഡ്സാണ്, എന്ത് വർക്കാണ്, ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ്. ഇറ്റ് വിൽ കളക്ട് ഓൾ ദ ഡീറ്റെയിൽസ് വിച്ച് യൂസർ നീഡ് ടു ഗിവ് ടു ദ കമ്പ്യൂട്ടർ, ആൻഡ് ദെൻ ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു ദ മെഷീൻ ലാംഗ്വേജ് സോ ദാറ്റ് കമ്പ്യൂട്ടർ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ആൻഡ് ദെൻ after converting this information gathered from the user, the shell will transfer this information to kernel, and kernel will interact with the hardware, and that's how the things done. അപ്പോൾ എന്താണ്? അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ എനിക്ക് എനിക്ക് ഒരു പ്രിൻ്റ് എടുക്കണമെന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെയായിരിക്കും പ്രിൻ്റ് എടുക്കുന്നത് പറയുന്നത്? ഞാൻ കമ്പ്യൂട്ടറിന് ഒരു മൈക്രോഫോൺ വെച്ചിട്ട് എനിക്കൊരു പ്രിൻ്റ് എടുക്കണമെന്നാണോ പറയുക? അല്ല. ഇഫ് ഐ വാണ്ടഡ് ടു ടേക്ക് എ പ്രിൻ്റ് ഔട്ട്, ഓൾ ഐ ഹാവ് ടു ഡു ഇസ് ഗിവ് ഇൻപുട്ട് ടു ദ കമ്പ്യൂട്ടർ. എങ്ങനെയാണ് ഇൻപുട്ട് കൊടുക്കുക? ഇപ്പോൾ എനിക്കുള്ള പേപ്പർ അല്ലെങ്കിൽ ഒരു PDF ഞാൻ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ആ പേജിൻ്റെ പ്രിൻ്റ് ഔട്ട് വേണം. സോ ഓൾ ഐ ഹാവ് ടു ഡു ഇസ് ദർ വിൽ ബി ഓപ്ഷൻ ടു പ്രിൻറ്റ്. അപ്പോൾ ഞാൻ ആ പ്രിൻ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അങ്ങനെയാണ് ഞാൻ കമ്പ്യൂട്ടറുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നത്. എങ്ങനെ? പ്രിൻ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് എന്താ വേണ്ടത്? പ്രിൻ്റ് ചെയ്യണം ഈ പേപ്പർ. അപ്പോൾ
ഞാൻ ആരുമായിട്ടാണ് OSുമായിട്ടാണ് ചെയ്യുന്നത്. OSലെ ഷെല്ലുമായിട്ടാണ് ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഷെല്ല് എന്ത് ചെയ്യും, ഈ ഞാൻ പ്രിൻ്റ് എന്ന് പറയുന്ന സംഭവത്തിൽ ഞെക്കി, അപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ള കാര്യം, അപ്പോൾ ഈ ഷെല്ല് എന്ത് ചെയ്യും, അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഹാർഡ്വെയറിനോട് പറയും യൂസറിന് ഈ പേജിൻ്റെ പ്രിൻ്റാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ ഇത് നേരെ പ്രിൻ്ററിലേക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ്, അതായത് എൻ്റെ ആവശ്യം പ്രിൻ്ററിലേക്ക് അയച്ചിട്ട് പ്രിൻ്റർ എന്ത് ചെയ്യും, ഈ ജോബ് പൂർത്തീകരിക്കും. അപ്പോൾ ദിസ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. The shell is the part is responsible for interacting with the user and the kernel is the part responsible for interacting with hardware. For the shell acts as the interpreter which does these things: get the commands or instructions from the user, translate the received commands or instructions into machine language, pass the translated command to the kernel to get it done. അപ്പോൾ എന്താ പറയുന്നത്, get the commands from the user and then translate these commands to machine language so that the machine can understand what these commands or the instructions are about. And then this the translated commands will be transferred to the kernel to get it done. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇത് മനസ്സിലായില്ലേ, ഗെറ്റ് ദ കമാൻഡ്സ് ഫ്രം ദ യൂസറിൻ്റെ അടുത്ത് നിന്ന് കമാൻഡ്സിനെ വാങ്ങിക്കുന്നു, ആൻഡ് ദെൻ ഈ റിസീവ്ഡ് കമാൻഡ്സിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു മെഷീൻ ലാംഗ്വേജിലേക്ക്. എന്തുകൊണ്ടാണ്, യൂസർ കൊടുക്കുന്ന അതേ സംഭവം മെഷീനിൽ മനസ്സിലാവില്ല, സോ ഇറ്റ് നീഡ്സ് ടു ബി ഗെറ്റ് ടു converted. So after converting this, pass the translated command to the kernel to get it done. അപ്പോൾ ഇതാണ് ഷെല്ലിൻ്റെ കാര്യങ്ങൾ, ഷെല്ല് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ആൻഡ് ദെൻ ഇറ്റ് കംസ് ടു ദ കernel. A kernel is the core part of an operating system. It functions at a basic level, communicating with actual hardware and managing resources such as CPU and the memory. അപ്പോൾ ഒരു കോർ പാർട്ടാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കോർ പാർട്ടാണ് കേർണൽ എന്ന് പറയുന്നത്. ഇത് ഡയറക്റ്റായിട്ട് നമ്മളുമായിട്ട് ഒരു ഇൻട്രാക്ഷനും വരുന്നില്ല. കേർണൽ എപ്പോഴും ഷെല്ലുമായിട്ടാണ് ഇൻട്രാക്ഷൻ വരിക. ഷെല്ല് യൂസറും കേർണലുമായിട്ടും വരുന്നുണ്ട്. കേർണൽ ഷെല്ലും ഹാർഡ്വെയറുമായിട്ട്, അല്ലേ? യൂസറിന് എപ്പോഴും ഷെല്ലുമായിട്ടാണ് എന്ത് വരുന്നത്, ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്നത്. ആൻഡ് ദെൻ ദിസ് ഷെൽ വിൽ ഗെറ്റ് ദ orders or the commands or the instructions from the user and translate these commands to machine language and pass these translated commands to kernel, and then kernel gives it to the hardware and get things done. A kernel is the core part of an operating system. It functions at a basic level, communicating with actual hardware and managing resources. ഹാർഡ്വെയറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മാനേജിങ് ദ റിസോഴ്സസ്, റിസോഴ്സിനെ മാനേജ് ചെയ്യുകയും ചെയ്യുന്നുണ്ടത്. അപ്പോൾ സച്ച് ആസ് CPU ആൻഡ് ദ മെമ്മറി ആൻഡ് ദ CPU യൂട്ടിലൈസേഷൻ, ഇന്ന പ്രോഗ്രാം അല്ലെങ്കിൽ ഇന്നതിന് ഇത്ര മെമ്മറി വേണം, അതൊക്കെ അലോക്കേറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ അതൊക്കെ മാനേജ് ചെയ്യുന്നത് ആരാണ്, കേർണലാണ്. It works as an interface between the user applications and the hardware. യൂസർ ആപ്ലിക്കേഷനും ഹാർഡ്വെയറും എൻ്റെയും ഇടയിൽ നിൽക്കുന്ന ആളാണ് എന്ത്, കേർണൽ എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്കൊരു PDF വ്യൂവർ ഉണ്ട്. അപ്പോൾ ഞാൻ PDF വ്യൂവറിൽ ഒരു PDF ഓപ്പൺ ചെയ്തു, എന്നിട്ട് എനിക്ക് അതിൻ്റെ പ്രിൻ്റ് എടുക്കണമെങ്കിൽ ഞാൻ ആരോടാ പറയാം, PDF വ്യൂവർ എന്ന് പറയുന്ന സംഭവമില്ലേ, ഇപ്പോൾ അഡോബി PDF വ്യൂവർ, ആക്രോബാറ്റ് റീഡർ, അതിലാണ് ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത്, PDF യൂസ് ചെയ്യാനുള്ളത്. അതിൻ്റെ അകത്ത് ഞാനൊരു PDF ഓപ്പൺ ചെയ്തു. അപ്പോൾ ഞാൻ PDF വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി അതിൻ്റെ ഒരു പ്രിൻ്റ് എടുക്കണം. സോ ഐ എം ഗോയിങ് ടു ഫയൽ പ്രിൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് ഞാൻ പ്രിൻ്റ് കൊടുക്കുന്നു. പ്രിൻ്റ് കൊടുത്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, അപ്പം ഞാൻ ഈ സോഫ്റ്റ്വെയറിനോടാണ് പറയുന്നത് എന്ത്, എനിക്കിതിൻ്റെ പ്രിൻ്റ് വേണമെന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ഞാൻ ഈ സോഫ്റ്റ്വെയറിനോട് പറഞ്ഞു. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, കേർണലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്ത് പറയും, യൂസറിന് ഈ പേജിൻ്റെ ഒരു പ്രിൻ്റ് വേണം. അത് കേർണൽ എന്ത് ചെയ്യും, പ്രിൻ്റ് ചെയ്ത് തിരിച്ചയക്കും. ഇറ്റ് വർക്ക്സ് ആസ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ദ യൂസർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കേസിൽ ഏതാണ്, Adobe Acrobat Reader, the PDF reader, and the hardware. The role of the kernel is to manage communication between user level application and hardware. User level applicationും ഹാർഡ്വെയറും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനെ മാനേജ് ചെയ്യുക, അതും എന്തിൻ്റെ കടമയാണ് അല്ലെങ്കിൽ ഒരു ഫങ്ഷനാണ് കേർണൽ എന്ന് പറയുന്നത്. മറ്റേ OSൻ്റെ
രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നായ കേർണലിൻ്റെ മെയിൻ ഫങ്ഷൻസിൽ ഒന്നാണ് ഈ പറയുന്നത്. So it is responsible for carrying out important OS tasks like process management, device, our input-output management, interrupt and event handling, and memory management, timer management, file system. These are all the things. These are all the tasks which carrying out by കേർണൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? പ്രോസസ് മാനേജ്മെൻറ്റ്, ഡിവൈസ് ഇൻപുട്ട് ഔട്ട്പുട്ട് മാനേജ്മെൻറ്റ്, ഇൻറ്ററപ്റ്റ് ആൻഡ് ഇവൻറ്റ് ഹാൻഡ്ലിംഗ്. ഇൻറ്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? തടസ്സപ്പെടുത്തുക. ഇവൻറ്റ് ഹാൻഡ്ലിംഗ്, ഇവൻറ്റിനെ ഹാൻഡിൽ ചെയ്യുക. മെമ്മറി മാനേജ്മെൻറ്റ്, ടൈമർ മാനേജ്മെൻറ്റ്, ഫയൽ സിസ്റ്റം. ഈ ടാസ്കിനെ ഒക്കെ ക്യാരി ഔട്ട് ചെയ്യുന്നതിൽ റെസ്പോൺസിബിൾ ആരാണ്? കേർണലാണ്. If a single module carries out all above mentioned tasks of kernel, such kernel is called monolithic kernel. അപ്പോൾ ഒരു സിംഗിൾ മൊഡ്യൂൾ, കേർണലിൻ്റെ ഒരു സിംഗിൾ മൊഡ്യൂളാണ് ഇത് മുഴുവൻ ഈ മോഡിൽ കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെങ്കിൽ അതിനെന്തെന്ന് പറയും? മോണോലിത്തിക് കേർണൽ എന്ന് പറയും. If a single module carries out all the above mentioned processes of a kernel, it is known as monolithic kernel. And if a kernel contains minimalistic module for basic functions only and gets other service done through separately written specialized software, then this type of kernel is called microkernel. അപ്പോൾ മൈക്രോകേർണൽ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ ഒരു മിനിമലിസ്റ്റിക് മോഡ്യൂളേ ഉള്ളൂ, അതിൽ ബേസിക് കാര്യങ്ങൾ അല്ലെങ്കിൽ ബേസിക് ഫങ്ഷൻസ് മാത്രമേ പെർഫോം ചെയ്യുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ കണ്ടു എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന്. പ്രോസസ് മാനേജ്മെൻറ്റ്, ഡിവൈസ് input output management, in interrupt and event handling, memory management, timer management, and file system. These are all the tasks carrying out by kernel, and if these tasks are carrying out by kernel a single module, then it is called monolithic kernel. And if a kernel contains minimalistic module for basic functions മാത്രം ചെയ്യാനുള്ള മിനിമലിസ്റ്റിക് മൊഡ്യൂൾ മാത്രമേ ഉള്ളൂ എങ്കിൽ, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സ്പെഷ്യലൈസ്ഡ് സോഫ്റ്റ്വെയർ ആവശ്യമായിട്ട് വരുന്നു എങ്കിൽ ഇതിനെ എന്തെന്ന് വിളിക്കും? മൈക്രോ കേർണൽ എന്ന് വിളിക്കും. So that's all about shell and kernel. Shell and kernel എന്ന് പറഞ്ഞാൽ എന്താ? It is the two main parts of OS, and the shell is the one part of OS which interact with user, and the kernel which interacts with the hardware. അപ്പോൾ ഷെൽ എന്താണ്, കേർണൽ എന്താണ്, ഷെല്ലിൻ്റെ ധർമ്മങ്ങൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്താണ്, ആൻഡ് കേർണലിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന്, പിന്നെ മോണോലിത്തിക് കേർണൽ ആൻഡ് മൈക്രോ കേർണൽ. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഓഫ് ദിസ് പോർഷൻ. സോ ഐ വാണ്ട് യു ടു മേക്ക് നോട്ട്സ് ഓൺ ദിസ് വൺ. ഈ ചെറിയ പോർഷനിൽ നിന്ന് നിങ്ങൾ ചെറിയ നോട്ട്, ഞാൻ പറഞ്ഞു, ഡു നോട്ട് റൈറ്റ് ജസ്റ്റ് ആസ് സെയിം ആസ് ലൈക്ക് സംതിങ് റിട്ടൺ ഇൻ ദ ടെക്സ്റ്റ് ബുക്ക്. യു മേക്ക് ഇറ്റ് യുവർ ഓൺ. നിങ്ങൾ തന്നെ എഴുതുക എന്താണ് ഷെല്ല്, എന്താണ് കേർണൽ, വാട്ട് ഈസ് കേർണൽ. അത് ഏറ്റവും മിനിമൽ ലൈൻസിൽ അതിൻ്റെ ഐഡിയ വരുന്ന രീതിയിൽ, ഇതുപോലെ നേരെ ഒത്തിരി കാര്യങ്ങൾ എഴുതുന്നതിലല്ല, എന്താണ് കാര്യമെന്ന് കറക്റ്റായിട്ട് എഴുതുന്നതിലാണ് കാര്യം. സോ ഡു ദാറ്റ്.